രാത്രി യാത്രികർക്ക് ഭീതി പരത്തി വാഹനങ്ങളിൽ നിന്നും പണം കവരുന്ന സംഘം അറസ്റ്റ്. വളരെ നാളുകളായി കൊല്ലം ജില്ലയിലെ ഹൈവേകൾ കേന്ദ്രീകരിച്ച് രാത്രി സമയം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പണം മോഷണം നടത്തിയെന്ന സംഘം കൊട്ടാരക്കര പോലീസിൻ്റെ പിടിയിൽ. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ മംഗലപുരം എന്ന സ്ഥലത്ത് സമീർ മൻസിലിൽ നിന്നും കോരാണിയിൽ എ.വി. മന്ദിരത്തിൽ താമസിച്ചു വരുന്ന രവീന്ദ്രൻ മകൻ വിനു 46, തിരുവനന്തപുരം തോന്നയ്ക്കൽ എന്ന സ്ഥലത്ത് രോഹിണിയിൽ വിജയൻ മകൻ അനീഷ് 29 എന്നിവരെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരു മാസമായി ഹൈവേകളിൽ ദീർഘദൂര യാത്ര ചെയ്ത് ചരക്കുകളുമായി എത്തുന്ന വാഹനങ്ങൾ രാത്രി നിർത്തിയിടുന്ന സമയം വാഹനങ്ങളിൽ നിന്ന് പണം മോഷണം ചെയ്ത് കൊണ്ടുപോകുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും പല സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലയിലെയും അയൽ ജില്ലയിലെയും 500ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചിരുന്നതുമാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി കൃത്യതയോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ എത്തിയ വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചുവെങ്കിലും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറിനെക്കുറിച്ചോ പ്രതികളെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. മോഷണത്തിന് ശേഷം പ്രതികൾ വാഹനത്തിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചിരുന്നതിനാൽ പ്രതികളുടെ താമസസ്ഥലം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൊട്ടാരക്കര പോലീസിൻ്റെ ചിട്ടയായ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിയുകയും പ്രതികളെ മനസ്സിലാക്കുകയുമായിരുന്നു. മോഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആറ്റിങ്ങൽ കോരാണിയിൽ ബഹുനില ആഡംബര വീട്ടിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥലവാസികൾക്ക് അവിശ്വസനീയമായി. മത്സ്യമൊത്ത വ്യാപാരി എന്ന് പരിചയപ്പെടുത്തിയിരുന്ന വിനുവിൻ്റെ പകൽ യാത്രകൾ ആഡംബര വാഹനങ്ങളിലായിരുന്നു. രാത്രി സമയം മത്സ്യവ്യാപാരി എന്ന് തോന്നിപ്പിക്കുന്നതിലേക്ക് മിനി ലോറിയിൽ സഞ്ചരിച്ചായിരുന്നു മോഷണം നടത്തിയിരുന്നത്. തെക്കൻ ജില്ലകൾ ഹൈവേകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ഇതേ രീതിയിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ജയകൃഷ്ണൻ എസിൻ്റെ നേതൃത്വത്തിൽ SI പ്രദീപ് PK, ASI ഹരിഹരൻ, SCPO സുനിൽകുമാർ, സാംസൺ, CPOമാരായ നഹാസ്, രാജേഷ്, സഖിൽ, ശ്രീരാജ്, കിരൺ, മനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.